ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് സൈലം മെഡിക്കൽ അവാർഡ് നടക്കുന്നുണ്ട്. കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ വെച്ചാണ് പ്രോഗ്രാം. അപ്പം നമുക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ട്രേഡ് സെൻറ്ററിലെത്തി. പിന്നെ നമ്മളെ ഡ്യൂട്ടിയുടെ കുറച്ച് മുൻപത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം പിള്ളേർ വരുമ്പോഴേക്ക് നമുക്കൊന്ന് അറേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിള്ളേർ വന്നതിന് ശേഷം പിന്നെ നേരെ അവാർഡ് സെറിമണിയാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ MBBS സ്റ്റുഡൻസിനും JEE ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസിനുമാണ് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അവാർഡ് സെറിമണിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫ്രീ ആയി. അപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നീട് മെയിനായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ നടക്കുന്നത്. അപ്പം കുറേ ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഫുഡ് കഴിച്ച് നല്ല ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ പിന്നത്തെ പരിപാടികൾക്ക് വേണ്ടി സെറ്റായി നിൽക്കുകയാണ്. അപ്പം ഒരുപാട് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ആങ്കർ ചെയ്യാനായിട്ട് രഞ്ജിനി വന്ന്, പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു, യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു, മീഡിയാസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ CEO ആണ് അനന്ത് സർ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആസിഫ് അലി ഉണ്ടായിരുന്നു. ആസിഫ് അലി ആയിരുന്നു മെയിൻ ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചന്തു ഉണ്ടായിരുന്നു, പിന്നെ ഹനാൻ ഷാ ഉണ്ടായിരുന്നു, ഈഗിൾ ഗെയിമിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വലിയ കലാകാരന്മാരൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ ബേസിലുണ്ടായിരുന്നു. പിന്നെ ഹനാൻ ഷാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ത്രില്ലായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്, നമുക്ക് ഇഷ്ടമുള്ള ആളാണ് ഹനാൻ ഷാ. അപ്പോൾ ആൾ വന്നപ്പോൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു ആഗ്രഹം കൂടെ ഈ പ്രാവശ്യം നമ്മൾ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇവരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. മെയിൻലി നമ്മുടെ MBBS സ്റ്റുഡൻസിനും JEE ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസിനും അവാർഡ് സെറിമണിയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. 2000-ൽ പരം MBBS ഡോക്ടേഴ്സും അതേപോലെ തന്നെ എൻജിനീയേഴ്സും നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഹനാൻ ഷായുടെ ഷോ, പിന്നെ നമ്മുടെ ജോബ് കുര്യൻ്റെ ഷോ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫെജോയുടെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് പേരെ കൂടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ നമുക്ക് രഞ്ജിനിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരം ഉണ്ടായി. അപ്പോൾ ഇതിന് മുൻപും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വീണ്ടും ഒരു അവസരം ഉണ്ടായപ്പോൾ നമുക്ക് നന്നായിട്ട് സന്തോഷമായി. അപ്പം അവാർഡൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കണേ.